ഹായ്. തടിച്ചിട്ടുള്ളവർക്ക് ഏതൊക്കെ ടൈപ്പ് കുർത്തീസ് വെയർ ചെയ്താൽ തടി കുറഞ്ഞു കാണിക്കും, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പിക്ചേഴ്സും കൂടെ ആഡ് ആക്കിക്കൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രെയിറ്റ് കട്ട് കുർത്തീസ് ആണ്. ഇതിന്റെ ഒപ്പം പല്ലാസോ പാൻസും കൂടെ വെയർ ചെയ്താൽ നല്ലൊരു അടിപൊളി സ്റ്റൈലായിരിക്കും. അപ്പോൾ വണ്ണമുള്ളവർക്ക് ഈ ഓപ്ഷനും ചൂസ് ചെയ്യാവുന്നതാണ്. നമ്പർ 1 എ ലൈൻ കുർത്തയാണ്. എ ലൈൻ കുർത്തയ്ക്ക് മുകൾ ഭാഗം ഫിറ്റ് ആയിട്ടിരിക്കും, വയറിന്റെ ഭാഗം ലൂസ് ആയിട്ടും താഴേക്ക് നല്ല ഫ്ലെയർ ആയിട്ടുണ്ടാവും. ഒരു എ ഷേപ്പിലായിരിക്കും എ ലൈൻ കുർത്ത ഉണ്ടായിട്ടുള്ളത്. അത് ഈ തടിച്ചിട്ടുള്ളവർ വെയർ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് മെലിഞ്ഞൊരു ലുക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് എ ലൈൻ കുർത്ത. നമ്പർ 2 വന്നിട്ട് കഫ്താൻ കുർത്തിയാണ്. കഫ്താൻ കുർത്തി ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുർത്തിയാണ്. ഇത് വെയർ ചെയ്താൽ നമ്മൾക്ക് കറക്റ്റ് ഷേപ്പ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു ബട്ടർഫ്ലൈ ലുക്ക് ആയിരിക്കും ഇതിനുള്ളത്. ഫുൾ ലൂസ് ഫ്രം ടോപ്പ് ടു ബോട്ടം പോലെ ഒരു ഭയങ്കര ഒരു അടിപൊളിയാണ്. ഇത് നന്നായിട്ട് തടിച്ചിട്ടുള്ളവര് മെലിഞ്ഞിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. അതപ്പോ ചൂസ് ചെയ്യാവുന്നതാണ്. അനാർക്കലി കുർത്തി എന്ന് വെച്ചാല് മുകൾ ഭാഗം ഫിറ്റ് ആയിരിക്കും, താഴേക്ക് നല്ല ഫ്ലെയർ ആയിട്ട് അംബർല പോലെ ഇരിക്കും. അതായത് എ ലൈൻ വന്നിട്ട് കുറച്ച് ചെറിയ ഫ്ലെയർ ആയിരിക്കും, അനാർക്കലി വന്നിട്ട് നല്ല ഫ്ലെയർ ആയിട്ട് അംബർല പോലെ ഉണ്ടാകും. ഇത് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് തടിച്ചിട്ടുള്ളവർക്ക് മെലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രൈറ്റ് കട്ട് കുർത്തീസ് ആണ്. ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് സ്ട്രൈറ്റ് കട്ട് കുർത്തീസ് ആണ്. ഇത് നന്നായിട്ട് ലെങ്ത്തിൽ എടുക്കുവാണെങ്കിൽ സ്ട്രൈറ്റ് കട്ട് ആയതുകൊണ്ട് ഫ്ലെയർ ഇല്ലാത്തത് കൊണ്ടും ഇതിൻ്റെ ഒപ്പം നമുക്ക് പല്ലാസോസും ജീൻസും വെയർ ചെയ്യുവാണെങ്കിൽ തടിച്ചിട്ടുള്ളവര് മെലിഞ്ഞിട്ട് നല്ലൊരു മെലിഞ്ഞ ലുക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് സ്ട്രൈറ്റ് കട്ട് കുർത്തീസ് നല്ലൊരു ഓപ്ഷനാണ്. കുർത്തീസ് ആണ് നെക്സ്റ്റ് വന്നിട്ട്. അതൊരു ട്രഡീഷണൽ പുരാതന കാല സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു കുർത്തീസ് ആണ്. ഈ സൈഡിലേക്ക് ഇങ്ങനെ ഓവർലാപ്പ് കെട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ് കുർത്തീസ് ആണ്. ഇത് നല്ല ഒരു ട്രഡീഷണൽ ലുക്കാണ് തരുന്നത്. ഇത് തടിച്ചിട്ടുള്ളവർക്ക് മെലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മെലിഞ്ഞിരിക്കാനായിട്ട് പറ്റിയൊരു നല്ലൊരു കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇത് വെയർ ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് വന്നിട്ട് ജാക്കറ്റ് ടൈപ്പ് കുർത്തീസ് ആണ്. ഇന്നേഴ്സ് വന്നിട്ട് മുകളിലെ ജാക്കറ്റ് ധരിക്കുന്ന ടൈപ്പ് കുർത്തീസ് നല്ല രസം ഉണ്ടാവും കേട്ടോ. പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. തടിയുള്ളവര് മെലിഞ്ഞിരിക്കും ഈ ടൈപ്പ് കുർത്തീസ് ഒക്കെ ആണെങ്കിൽ. അത് ഷോർട്ട് ടൈപ്പ് ലോങ് ടൈപ്പും ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്താലും നല്ല രസമുള്ള ഒരു കുർത്തി ടൈപ്പാണ്. നല്ല സ്റ്റൈലിഷ് ലുക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ടൈപ്പും യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് അസിമെട്രിക് കുർത്തീസ് ആണ്. ഈ കുർത്തീസ് ഡിഫറെന്റ് ലെങ്ത് ആയിരിക്കും. ഒരു സൈഡ് ഷോർട്ടും ഒരു സൈഡ് ലോങ്ങും ആയിട്ടുള്ള കുർത്തീസ് ആണ്. ഇത് നല്ലൊരു സ്റ്റൈലായിരിക്കും കേട്ടോ. അത് ജീൻസിന്റെ ഒപ്പം വെയർ ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പൊ ഈ ഒരു കുർത്തീസ് വെയർ ചെയ്താൽ ഒരു മോഡേൺ ലുക്കും കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ തടിയും കുറച്ച് കാണിക്കും. അപ്പോ ഈ കുർത്തീസ് വെയർ ചെയ്താല് നന്നായിരിക്കും. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു 6-7 കുർത്തീസിന്റെ ഡീറ്റെയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും തടിച്ചിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ള് വാച്ച് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ.